ഉറപ്പാണ് ഇവര് ടീം അടിക്കും. ഞാൻ ഇൻവൈറ്റ് ചെയ്യാം ഇത്. ഷമീർ കൊച്ചപ്പി പുതിയ ഗ്യാങ് കൊടുക്കണം. അതന്നെ, അത് അറിയാം കൈസ്, അറിയാം. അത് 10 പ്രാവശ്യം കേൾക്കണം. ഓന് നല്ല ഇതെന്താ ഓന് നല്ല എന്തോ വിഷമമുണ്ട് തോന്നുന്നു തുടങ്ങുന്നതിന്. ടീം കൊച്ചാപ്പി അല്ലേ കൂടെ ടി വി ഒക്കെ ആയിട്ട് നല്ല ടേംസ് ആവും. ഇല്ലെങ്കിലും ബെസ്റ്റ് ടീം ആയിരിക്കും. എംആർസിനേക്കാളും മുകളിൽ എന്തായാലും നല്ലൊരു. എന്താ ഗ്യാങ്ങിന്റെ പേരെന്താ ഗൈസ്? എന്താടാ എന്താ ഗൈസ്? എന്താ പറഞ്ഞ? എന്തായാലും നല്ലൊരു. എന്താ ഗ്യാങ്ങിന്റെ പേരെന്താ ഗൈസ്? എന്താ ഗ്യാങ്ങിന്റെ പേരെന്താ ഗൈസ്? ഷഡ്ഡിന്നാണോ പറഞ്ഞേ? അല്ല, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇത് ഏതാ ഈ കുണ്ണ? ഇവൻ മറ്റേ ഷമീർക്ക എന്ന് പറഞ്ഞ വിളിച്ചോണ്ട് ആ ബാക്കിൽ നടക്കുന്ന കുണ്ണയാണ് ഇവൻ. ബെസ്റ്റ് ടീം ആയിരിക്കും. എംആർസിനേക്കാളും മുകളിൽ. അല്ല, ഞാൻ ഇവന്റെ തന്തന്റെ അടുത്ത് പോയിട്ട് ഞാൻ ചോദിച്ചോ എന്തായാലും നല്ലൊരു. ഏതാ പേരിടുന്നതെന്ന്? ഏതാ ഈ മാലിക്കെല്ലാം പുണ്ട? ഏതാന്നിവനെല്ലാം ഏതോ കണ്ട തീട്ടയെല്ലാം വന്ന് ഇതിൽ കേറിയിട്ട് ഈ കുണ്ണകളെല്ലാം ഇപ്പം കൂടി എന്താ ഊമ്പാൻ നോക്കുന്നത്? ഞാൻ ഇതൊന്നും പറയണ്ടെന്ന് വിചാരിച്ചാന്ന് കഴിച്ചു. നിങ്ങളല്ലേ പറഞ്ഞത് ഞാനാന്നെന്തോ ഇത് പറയുന്നത്, ഞാനാന്നെന്തോ ഉണ്ടാക്കുന്നത്, ഞാനാ ആക്കുന്നെല്ലാം പറയുന്നുണ്ടല്ലോ. ഏതാണ് ഈ കുണ്ണയൊക്കെ? മനസ്സിലാവും? ഏടുന്നോ കണ്ട തീട്ടത്തിൽ കണ്ട കുണ്ണയെല്ലാം വന്നിട്ട് കണ്ട തീട്ടത്തിൽ കിടന്ന കുണ്ണയെല്ലാം വന്നിട്ട് അന്നെ പറയാൻ എന്താ അർഹതയെന്ന് ഈ പൂർണ്ണയിലുള്ളത്? ബിലാലാണ്, ഏത് കുണ്ണയാണെങ്കിലും ഏതവനാണെങ്കിലും ഇവനല്ല ആരാ ഏതാ? ഞാൻ ചോദിക്കുന്നത് ഇവനല്ല ഏതാ ഈ കുണ്ണയെല്ലാം? ഏതോ ഇന്നലെ കയറി ഒന്നെന്തോ രണ്ടാൾ ഇതാവുമ്പോക്ക് അങ്ങ് ഊമ്പാന്ന് വിചാരിച്ചു ഈ പൂറി മോനെല്ലാം. കുറെ കുണ്ണകളും അതിന് കണക്കായി തുള്ളുന്ന കുറെ പൂറി മക്കളും. മാലിക്കാണ്, ഏത് കുണ്ണയാണെങ്കിലും ശരി, മാലിക്കല്ല അവന്റെ തന്തയാണെങ്കിലും നമുക്കൊരു മൈരും ഇല്ല. മനസ്സിലാ? മാലിക്ക് കുണ്ണ. ഓരോ തന്ത. ഞാൻ അതാന്ന് ഇതൊന്നും റിയാക്ട് ചെയ്തല്ല. ഓക്കെ, വിട്. തൊപ്പിക്കാരന്റെ ഇത് ഞാൻ കാണിച്ചു തരാം. മനസ്സിലാ? എല്ലാ ഓക്കെ. നത്തിങ്. ഒന്നുമില്ല. അല്ല, നിങ്ങൾ അന്നെ ഷഡിക്കണ്ടെന്ന് വിളിക്കണ്ട. അപ്പൊ തൊപ്പി ഷഡിയിട്ട് വിളിയില്ല. അപ്പൊ അതെന്താ? അപ്പൊ ഇതല്ലേ? ഇതല്ലേ? എന്താ അന്നോട് ഹേറ്റ് ആയിക്കൊണ്ട് അന്നെ മാത്രം അങ്ങനെ വിളിക്കാന്നാണോ? അങ്ങനെയാണോ? അന്ന ഷഡിയിട്ട് തുള്ളാൻ നിർബന്ധിച്ച ആൾ തൊപ്പി. അപ്പൊ അതില് ഒന്നും ഇതില്ല. ഓൻ ഷഡിയിട്ട് തുള്ളിയിട്ടുണ്ട്. അപ്പം അതൊന്നും ഇതാകുന്നില്ല. ലോജിക്കില്ലാത്ത കുണ്ണകളാണെന്ന് എനിക്ക് ആദ്യമേ അറിയാം. മനസ്സിലായോ? നിങ്ങൾക്ക് ലോജിക്കില്ലാത്ത കുണ്ണകളാണെന്ന് എനിക്ക് ഓൾറെഡി അറിയുന്ന കാര്യം. അത് പ്രത്യേകിച്ച് ഇതാക്കൊന്നും വേണ്ട. അന്നെ നിങ്ങൾ കണ്ടിട്ടാണല്ലോ ബാക്കി ഇതിലേക്ക് നിങ്ങൾ പോയത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് തരം കുണ്ണകളാന്നുള്ള കാര്യം എനിക്കറിയാം. മനസ്സിലായോ? അതുകൊണ്ട് അത് വിട്. ഞാൻ ഇത് ഇമോട്ടോളിയാക്കി കുറേ തന്തയില്ല കൈവേറുകൾ വരും. മനസ്സിലായോ? ഇവനൊന്നും ബുദ്ധിയില്ല. മനസ്സിലായോ? ഈകള് പറഞ്ഞാൽ ശരിയാന്നൊക്കെ ഇപ്പൊ തോന്നുന്നുണ്ട്.
ഇതിന്റെ എല്ലാം ചന്തിയിലും എല്ലാം തോന്നും വെച്ചത്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. ഞാൻ പറയണ്ട മിണ്ടണ്ടെന്ന് വിചാരിച്ച് നിൽക്കുമ്പം ഏതെല്ലോ കണ്ട കാട്ടുവാണങ്ങള് ഏതെല്ലോ കണ്ട കാട്ടുവാണങ്ങൾ കയറി ഇതാക്കുമ്പോൾ അത് പൊള്ളും ഗൈസ്. ഓക്കെ, ഞാൻ ഇതാക്കും. ആര് ഒരു ഇതായിട്ടുള്ള ആളാന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെയും കേൾക്കാന്ന് വിചാരിക്കുക. ഈഗിളിനെ പോലത്തെ എല്ലാം ഈ കണ്ട പക്ക റിയൽ തീട്ടമല്ല, തീട്ടത്തിലുള്ള ഈച്ചകളെല്ലാം വന്ന് പറയുമ്പോൾ നമുക്കത് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സിലാവും? തീട്ടത്തിലുള്ള ഈച്ചകൾ വന്ന് പറയുമ്പോൾ നമുക്കത് കേൾക്കാൻ ബുദ്ധിമുട്ടാണ്. തീട്ടങ്ങൾ ഈ തീട്ടത്തിലുള്ള ഈച്ച വന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. ഇവൻ അത് തരാം, എല്ലാ മക്കൾക്കും തരാം. നിക്ക്, നാളത്തോടു കൂടി നമുക്ക് തീരുമാനമാക്കാം. മനസ്സിലാവും? നാളത്തോടു കൂടി നമുക്ക് എല്ലാവരും ഇതാക്കാം. ഈ കുണ്ണകളെല്ലാം എന്താ ചെയ്തതെന്നും ഇവന്മാരെല്ലാം എന്താ ഊമ്പിയതെന്നും ഞാൻ പറഞ്ഞുതരാം. മനസ്സിലാവും? വിത്ത് പ്രൂഫ് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഈ കുണ്ണകൾ കിടന്ന് ചിലക്കട്ടെ. അപ്പം ആ ചില നമുക്ക് കേൾക്കാം. എന്നിട്ട് നമുക്ക് ഇവൻ്റെ എല്ലാം കോണയേക്കാം. ഇവനെന്നല്ല, അടിക്കും. ഒന്നുമില്ല വിട് ഒന്നുമില്ല നത്തിങ് വിട്. ഈ കണ്ട വാണങ്ങളെല്ലാം അടക്കി നിർത്തിയിട്ടെങ്കിൽ ഇതിലായിരിക്കാ പണി കിട്ടാന്നും ആയിരിക്കാ ഇത് കിട്ടാന്നും എല്ലാം അറിയാം. കണ്ട തീട്ടത്തിലെ ഈച്ചകളെല്ലാം നിലക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ ആയിരിക്കാ ഇത് കിട്ടാന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. മനസ്സിലാ? ഇതൊന്നും നമ്മൾ പറയണ്ടെന്നും നമ്മൾ ഇതാക്കാണ്ടെന്നും വിചാരിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഊമ്പിച്ചവരെ പോലും ക്ഷമിച്ചും സ്നേഹത്തോടു കൂടിയും പോയതാ. പക്ഷെ ഈ തീട്ടത്തിൽ ഈച്ചകളെല്ലാം വന്ന് കുരക്കുമ്പം പിന്നെ അതിന് തിരിച്ചു പറയാണ്ടിരിക്കാന്ന് പറഞ്ഞാൽ അത് എനിക്ക് പറ്റൂല. മനസ്സിലാ? അല്ലേ ഇത് ഗൈസ് പറയുന്നത് മനസ്സിലായോ? പറയുന്നത് അങ്ങനെയുള്ളതാണ്, കേക്കാം. ഇത് എന്തെല്ലാം നമ്മളോട് ചെയ്തെന്നുള്ളതും എന്നിട്ട് നമ്മൾ അങ്ങാണ്ട് വായു പൂട്ടി നിൽക്കുന്നതും അതും പോരാനിട്ട് ഇങ്ങനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ട തീട്ടങ്ങൾ ശ്രമിക്കുന്നുണ്ട്. തീട്ടങ്ങളല്ല കേട്ടോ, തീട്ടത്തിന് പിന്നെയും കുറച്ച് ഇതുണ്ട്. തീട്ടങ്ങളിലെ ഈച്ചകൾ വന്ന് കുണക്കുമ്പോൾ അത് കേട്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? കാരണം ഞാൻ തീട്ടത്തിൽ ഈച്ചയായിട്ട് തന്നെയാണ് ഇവനൊക്കെ കാണുന്നത്. മനസ്സിലായോ? അതിലൊക്കെ ഒരു മടിയുമില്ല. അതിന്റെ റീസൺ ഇപ്പൊ മനസ്സിലായല്ലോ. ഞാൻ ആ കണ്ടത് സത്യാന്നുള്ള ഇപ്പൊ മനസ്സിലായല്ലോ ഇവന്റെ എല്ലാം ബായിന്ന് വരുന്നത്. ഇനിയിപ്പോ എന്തെങ്കിലും അന്നെ രണ്ട് പറഞ്ഞ് ഇതാക്കാനുള്ള എന്തെങ്കിലും പ്ലാനോ പരിപാടി എന്തെങ്കിലും ആയിരിക്കും. ഓനിപ്പോ റീച്ച് വേണമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. മനസ്സിലായോ? അപ്പം അന്നെന്തെങ്കിലും രണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ കുറെ കുണ്ണകൾ അന്നെ വെച്ച് കയറിയത്. അപ്പൊ അങ്ങനെ കയറാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്നെ വെച്ച് കുറെ കുണ്ണകൾ ഹെയ്റ്റ് കുണ്ണ തന്നു എന്ന് പറഞ്ഞിട്ട് കുറെ ഇത് കയറിയിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആ ട്രിക്ക് തന്നെ ഉപയോഗിക്കാന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. മനസ്സിലായോ? ഏതും കുണ്ണകൾ അതേ ട്രിക്ക് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇങ്ങനെ ചെയ്താൽ മതി. അപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ എന്തെങ്കിലും പറയും, എന്നിട്ട് അതിന്റെ പേരിൽ കയറി ആ തീട്ടത്തിന്റെ ഇങ്ങനെ നക്കാം. ആ തീട്ടം ഇങ്ങനെ കയറി നക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതന്നെ ആയിരിക്കും. അത് എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. കുറെ തീട്ടത്തിൽ ഈച്ചകൾ വന്ന് നക്കിയിട്ട് പോയതാ. അപ്പം ബാക്കിയുള്ള തീട്ടങ്ങളും കൂടി അതിന്റെ ഇതായിട്ട് ഗ്രൂപ്പായിട്ട് വരുത്തുന്നത് ആലോചിച്ചാൽ മതി. ശരിയാ? അല്ലേ ഇവനൊക്കെ കുക്കാന്നെല്ലാം പറഞ്ഞ് ബാക്കിന്ന് നടന്നിട്ട് കണ്ട കുണ്ണയെല്ലാം സമയമാകുമ്പം വന്ന് കൊതത്തിലടിക്കാൻ പറ്റുന്നടാ മയിരെ. ഞാൻ പറഞ്ഞാ കൂടും. മനസ്സിലാ? ഇനിയിപ്പോ നാളെ ഇട്ട് എന്നെ അവരാധിച്ച് രണ്ടാൾ കയറുന്നുണ്ടേ കയറട്ടടാ, കുഴപ്പമില്ല. അങ്ങനെ തന്നെയാണ് പല കുണ്ണകളും കയറിയിട്ടുള്ളത്. അപ്പം അങ്ങനെ എന്നിട്ട് ഷമീർ ഹെയ്റ്റ് തന്നു പറഞ്ഞിട്ട് കയറാൻ പറ്റുന്ന കുണ്ണകളുണ്ടേ കയറട്ടെ. ബാക്കി അവരെ ഇത് ഞാൻ നോക്കുന്നില്ല. അത് ശരിയാ? കുറേ എണ്ണം കൂട്ടത്തിൽ ഒന്ന് ഊമ്പിച്ചതാ. കൂടെ നടന്നവൻ തന്നെ, കൂടെ ഉണ്ടായവൻ തന്നെ, അത്രയും വർഷം കൂടെ ഉണ്ടായവൻ തന്നെ ഇരുന്ന് ഊമ്പിച്ചതാ. മനസ്സിലായോ? നല്ല അടിച്ച് എണ്ണാക്കി തന്നതാ എനിക്ക്. അതുകൊണ്ട് ഒരുത്തനും ഇനി നോക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഇനി ബാക്കി നമുക്ക് നോക്കാം. ഇനി ഒരു കുണ്ടനെയും നോക്കേണ്ട ആവശ്യമില്ല.
എനിക്ക് വേണ്ട പോട്ടെ, ഇത് അങ്ങനെ ഇങ്ങനാന്ന് വിചാരിച്ച് പിന്നെയും കാല് പിടിക്കാൻ പോയി, പിന്നെയും ഇതാക്കാൻ പോയി, പിന്നെയും കുത്താൻ വന്ന പന്ന തായോളി മക്കളെ അടിച്ച് ഞാൻ ഊമ്പിയിട്ട് ഞാൻ തരാം, മനസ്സിലാവും? അത് നിക്ക്, അത് എന്താന്നുള്ളത് കാണാം. വെയിറ്റ് കുറച്ചൊന്ന്